15 വർഷം കൂടുമ്പോൾ നമ്മുടെ വാഹനം എല്ലാം തന്നെ റീടെസ്റ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പേപ്പർ വർക്ക് എല്ലാം സെറ്റാക്കി നമ്മൾ ടെസ്റ്റിന് ചെല്ലുമ്പോഴാണ് പലപ്പോഴും ടെസ്റ്റ് ഫെയിലാവുന്നത്. കാരണം നമ്മുടെ വാഹനം റീസ്റ്റോർ ചെയ്തെടുക്കുന്നതിൽ നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായി എങ്ങനെ ചെയ്യണമെന്ന് പലപ്പോഴും ശ്രദ്ധയുണ്ടാകാറില്ല. നമ്മുടെ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയൽ കാണുന്ന പെയിൻറ്റ് ഡാമേജസ്, ഡെൻറ്റും മറ്റൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് വളരെ സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ടെസ്റ്റിന് പോകാൻ. ഒപ്പം നിങ്ങളുടെ എൻജിൻ റൂം പൂർണ്ണമായി ക്ലീൻ ചെയ്യുക, ഡീറ്റെയിൽ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വീലാർച്ചിൽ പലപ്പോഴും തുരുമ്പെല്ലാം കാണും. അതെല്ലാം കൃത്യമായിട്ട് വീലാർച്ചിലും ഡ്രംസ് എല്ലാം തന്നെ പൂർണ്ണമായി നിങ്ങൾ പെയിൻ്റ് എല്ലാം ചെയ്ത് കൊടുക്കുക. ഒപ്പം ഡോറുകളെല്ലാം തുറന്ന് നോക്കുന്ന സമീപനം ഇന്ന് ഹാർട്ടിയൊക്കെ ഉണ്ട്. എത്തി നോക്കുന്ന പരിപാടിയൊന്നുമല്ല, കൃത്യമായി അവർ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ടാണ് ടെസ്റ്റ് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഡോറിലെ എഡ്ജസിലെല്ലാം ഉള്ള പെയിൻറ്റ് ഡാമേജസ് എല്ലാം കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റെപ്പിനൊക്കെ കൃത്യമായി നോക്കിക്കൊണ്ടാണ് ടെസ്റ്റിന് RTO സജ്ജമായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായി റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നാണ്. ഒപ്പം നിങ്ങളുടെ ഇൻറ്റീരിയറിലും സീറ്റ്സ് എല്ലാം ഡാമേജസിന് ഒന്നുകിൽ റിപ്പയറോ അല്ലെങ്കിൽ പുതിയതോ വെച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ മികച്ചതാക്കണം. ഒപ്പം ഒരു റീസ്റ്റോറേഷൻ ഡീറ്റെയിലിംഗ് കൊടുക്കുക. കാരണം റൂഫ്, ഡാഷ്, ഫ്ലോർ എല്ലാം അടങ്ങുന്നതെല്ലാം ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുത്തുകൊണ്ട് വാഹനത്തിന് പൂർണ്ണമായി സജ്ജമാക്കുക. കാരണം തുടർന്ന് ഉപയോഗിക്കാനുള്ള വാഹനമാണല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരും ഉപയോഗിക്കും എന്ന രീതിയിൽ നിങ്ങൾ അതിനെ റീസ്റ്റോർ കാണണം. അപ്പോൾ കൃത്യമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം 2010 മോഡൽ ഹോണ്ട സിറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.